അടി തീ ഉണ്ടോ നോക്കി. Welcome to Chakachu's Corner. കാട്ടിനുള്ളിലെ അമ്പലത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. എല്ലാ മലയാള മാസം 1-ാം തീയതി മാത്രമാണ് ഈ അമ്പലം തുറക്കാറ്. ഞങ്ങളുടെ ഓഫ് റോഡ് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് അങ്ങ് മേല് വരെ എത്തിച്ചെല്ലാൻ പറ്റുമോ എന്ന്. എന്നാലും രണ്ടും കൽപ്പിച്ചങ്ങ് പോവുകയാണ്. ഞങ്ങൾ വെളുപ്പിന് ഒരു 3 മണി 4 മണി സമയത്താണ് ഇറങ്ങിയത്. അതാണിപ്പോൾ ദേ മഞ്ഞ് നേരെ വെളുത്ത് വന്നു. ദേ ഇപ്പോൾ ചെറിയതായിട്ട് വെട്ടം വീണു. അതപ്പോൾ കാണാൻ മഞ്ഞൊക്കെ കണ്ടോ. പിന്നെ താഴെ നിന്ന് ചോദിച്ചപ്പോൾ പാല് പിടിച്ച് കിടക്കുന്നൊരു കയറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വരുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇച്ചിരി ടാസ്ക് ആയിരുന്നു അത്. ഗൂഗിൾ മാപ്പിൽ അമ്പലത്തിന് ലൊക്കേഷൻ അവൈലബിൾ ആണ്. രാവിലെ 5:30 മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയാണ് അമ്പലത്തിൻ്റെ സമയം. ഞാൻ അമ്പലത്തിൻ്റെ നമ്പർ കൂടി ആഡ് ചെയ്തേക്കാം. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടുക. ഇതേ ഈ കയറ്റത്തിന്റെ കാര്യമാണ് താഴെ നിന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്. മഴ കാരണം മൊത്തം പായൽ പിടിച്ച് കിടക്കുകയാണ്. ഗ്രിപ്പ് കിട്ടത്തില്ല വണ്ടിക്ക്. എന്നാലും ഓഫ് റോഡ് വണ്ടികളെല്ലാം കയറും. ജീപ്പ് കാര്യങ്ങളെല്ലാം കൂളായിട്ട് കയറിക്കോളും. നമ്മുടെ വണ്ടി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് കയറ്റി. ഞങ്ങൾ മൊത്തം 6 പേരാണ് വന്നത്. 5 പേര് പുറത്തിറങ്ങി നിന്നു. കാറ് മാത്രമാണ് കയറിയ മേലോട്ടും. പിന്നാണ് മനസ്സിലായത് ഇതൊരു തുടക്കമായിരുന്നു എന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി കാറ് തള്ളുന്നു, കാറ് മാത്രം കയറ്റി വിടുന്നു. അതായിരുന്നു പരിപാടി. കാണാം ബാക്കി വീഡിയോയിൽ. ഇതേ വൈറ്റ് ഷർട്ട് ഇട്ട് ഞങ്ങളുടെ രതീഭാഷൻ, റെഡ് ഇട്ടത് ഞങ്ങളുടെ സൈത്തണ്ണൻ, ബ്ലാക്ക് ഇട്ടത് ഗോകുലിയേട്ടൻ, മറ്റേത് ഗോകുലേട്ടൻ്റെ കൂട്ടുകാരൻ സൂത്രു, പിന്നെ ഒരാൾ ഇതേ കാർ ഓടിക്കുന്നു. ആ കയറ്റവും കഴിഞ്ഞ് കുറച്ച് ദൂരം ഞങ്ങൾ കാറിൽ പോയി. ശേഷം ഇതേ അടുത്ത പണി. ചെറിയ നനവും ഗ്രാവൽ മണ്ണായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ടയർ ഇവിടുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കറങ്ങുന്നുണ്ട്. ഇവിടെ പെട്ടു. ഇവിടുന്ന് ഒരു അടി മുന്നോട്ടില്ല വണ്ടി. ഞങ്ങൾ പിന്നെ ഇറങ്ങേണ്ടി വന്നു വണ്ടിക്കകത്ത്. നമുക്കൊരു അട തന്നെ വന്നിരിപ്പുണ്ട്. കാര്യം കേട്ടെ, ദൈവം കൊണ്ട് നടയാൻ നല്ല പോലെ ഉണ്ട്. അതാ ഒരു കറക്റ്റ് അട അവിടെ ഒരു കാറ്റ് ഒന്നും ചെയ്തില്ല. എന്നെ തന്നെ വന്നേ കൈ വെക്കണം. പുക മാത്രമാണോ അടി തീ ഉണ്ടോ നോക്കി. ഇവിടുന്ന് പുക വരുന്നു. ഒരു മിനിറ്റ്. ഇത് ഞങ്ങൾ ഗോകുലിയേട്ടൻ. കടലിൽ കപ്പൽ ഓടിക്കുന്ന ജോലിയായിരുന്നു പുള്ളിക്ക്. മർച്ചൻ്റ് നേവിക്കാരനായിരുന്നു. കടലിലെ പവർ ഇപ്പോൾ കാട്ടിക്കാണിക്കുക എന്ന് പറഞ്ഞ് കയറിയതാണ്. പുള്ളിയുടെ നൈസ് ഐഡിയ ആയിരുന്നു. പുള്ളി നൈസായിട്ട് കുറച്ച് റിവേഴ്സ് എടുത്തു. വരുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു സൈഡ് പിടിച്ച് നേരെ കയറി. ഇതേ കണ്ടോ, വളിയാൻ കൂളായിട്ട് കയറിപ്പോകുന്നത്. പുഷ്പം പോലെ കയറിപ്പോകുന്നത്. അത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒന്നും നോക്കണ്ട, ഒന്നും അറിയണ്ട, ചവിട്ടി കൊടുത്താൽ മാത്രം മതി. ഞങ്ങൾ പിന്നെ ഇച്ചിരി വിഷമിച്ചു അങ്ങ് മേളിൽ കയറി. കുറച്ച് പാടുപെട്ടെങ്കിലും വണ്ടി അങ്ങ് മേളിൽ കയറ്റി. അത് കഴിഞ്ഞപ്പോൾ അതേ അടുത്ത ചെളിയിലോട്ട് വന്നായിരുന്നു. അത് പിന്നെ കുറച്ചേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ പോണ്ടിരിക്കുന്നു. അടുത്ത ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇനി ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം. എന്താ പറയുമ്പോൾ ഓഫ് റോഡ് വണ്ടി അല്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം. വലിയ കല്ലുള്ളത് കൊണ്ട് വണ്ടിയിൽ അടി തട്ടും. അതുകൊണ്ട് ഇറങ്ങി നടക്കുകയാണ്. ചെറിയൊരു പേടിയുണ്ട്, വല്ല കാട്ടുപോത്തോ ആനയോ വരുമോ എന്ന്. ഫ്രണ്ടിൽ ഒരാള്, ബാക്കി 2 പേര്. ഇതാണ് ഗോകുലിയുടെ ഫ്രണ്ട് ഹരിശേട്ടൻ. ഓടുകയാണ് ഫ്രണ്ടില്. കാട്ടുപോത്തിൻ്റെ ആനയുടെയും പാസിങ് കൊണ്ടെന്നാണ് താഴെ നിന്ന് ചേട്ടന്മാർ പറഞ്ഞായിരുന്നു. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ അറിയുന്ന ചേട്ടന്മാർക്ക് അറിയാമായിരിക്കും എങ്ങനെയൊക്കെ അതിന് മുന്നിൽ എസ്കേപ്പ് ആണോന്ന്. അതായിരിക്കും ധൈര്യത്തിൽ നടന്നു പോകുന്നത്. കുറച്ച് ദൂരം നടന്നപ്പോൾ ധൈര്യം ചോർന്നു. പിന്നെ ഒന്നും നോക്കില്ല. 18ാമത്തെ അടവ് ഓട്ടം. രാവിലെ കാട് ഓട്ടം. നല്ല സന്മനസ്സുള്ള ചേട്ടനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ വേണ്ടി വണ്ടി അവിടെ ഒതുക്കി.
ഇവിടോട്ട് പോകുമ്പോൾ നല്ലൊരു ഓഫ് റോഡ് വണ്ടി ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലൊരു വണ്ടി. കാരണം ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പെട്ടുപോലെ ഇടയ്ക്ക് ഇറങ്ങി തെള്ളേണ്ടി വരും, ഇറങ്ങി നടക്കേണ്ടി വരും. കാറാണ്, വന്യമൃഗങ്ങളൊക്കെ കാണും. അത് കാരണം ഞങ്ങൾ പിന്നെ എങ്ങനെയോ തട്ടിമുട്ടി ഇങ്ങനെ കയറി അങ്ങ് പോയി. എന്നാലും ഡിയോ, ആക്റ്റീവ, അങ്ങനത്തെ വണ്ടികളൊക്കെ ആൾക്കാരവിടെ തൊഴാൻ വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വണ്ടികൾ, കാറുകളൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ഡ്രൈവറിൻ്റെ സ്കിൽ അതായിരിക്കും. പിന്നെ ചിലപ്പം ചെറിയ കുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടു പോകുന്നതായിരിക്കും, അല്ലെ താന്നു പോകുന്നത്, അങ്ങനത്തെ ഉള്ള ഇതേ ഉള്ളൂ. അതെങ്കിലുമൊക്കെ നൈസായിട്ട് എടുത്തുണ്ടെങ്കിൽ വന്നാൽ മതി. പിന്നെ ഇവിടെ ചെറിയൊരു കാട്ടരുവിയുണ്ട്, അത് മുറിച്ച് കിടന്ന് വേണം അപ്പുറത്ത് പോകാൻ. ഇപ്പോൾ കുഴപ്പമില്ല, ഈ വണ്ടിയെ പോകും. ഇനി ഇവിടെ വെള്ളം കൂടിയാൽ നമ്മുടെ ചെറിയ കാറുകളെല്ലാം പോകത്തില്ലായിരിക്കും, അപ്പം മറ്റേ ജീപ്പ് തന്നെ വേണ്ടി വരും. എല്ലാവരും കാലുകളൊക്കെ കഴുകുന്നു. ഇതേ കാട്ടിലെ കൊടും ഭീകരൻ. നമുക്ക് കാട്ടിലെ ബാക്കി മൃഗങ്ങളെല്ലാം കണ്ണി കാണാം, ഇവനെ കണ്ണി കാണാനേ പറ്റത്തില്ല. ഇവന് ഇരുന്ന് ചോര ഊറ്റി ഊറ്റി കുടിക്കും. ഇതേ ഒരു മിനിറ്റ്, ചാക്കോച്ചി ഇവിടെ തീയിൽ കിടന്ന് ഇത്രയും പൊള്ളിയിട്ട് അവന് മതിയായില്ലേ. എന്തേ ഒരു ജീപ്പ് വരുന്നത് കണ്ടോ? ഇവന് പകരം വെക്കാൻ വേറൊരു വണ്ടിയില്ല. താറുണ്ട്, താറെന്നാലും രണ്ടും മറ്റേ രണ്ട് ഗണങ്ങളല്ലേ. അരുവി കടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കിനും അടുത്ത ടാസ്ക് കിട്ടി. വീണ്ടും ഇറങ്ങുകയാണ്. ഇങ്ങനെയുണ്ട് കാടൊക്കെ. അതെ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. ആ സംഭവം എന്തുവാന്ന്, ആ വളഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് കാണുന്നത്. ഒരു വമ്പൻ പഞ്ഞിമരമാണ്. നാട്ടിലെ പഞ്ഞിമരം പോലെ അല്ല, കാട്ടിലെ പഞ്ഞിമരം. എന്തേ കണ്ടോ? ഒന്നും കൊണ്ടോ അടുത്തില്ലേ. എൻ്റെ അമ്മോ, അപ്പം ആ പഞ്ഞിമരമായിരുന്നു ലാൻഡ്മാർക്ക്. അമ്പലം അടുത്തെത്തി എന്നറിയാൻ വേണ്ടി ഇതാണ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി നടന്നകത്തോട്ട് പോവുകയാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ കണ്ണ് തെളിപ്പോൾ എന്താ പറയുക, അത്രയും കാട്ടിനുള്ളിൽ കൂടെ നടന്ന് ഇവിടെ നടന്ന വണ്ടിയിലൊക്കെ വന്നു ഇവിടെ വരുമ്പോഴത്തേക്കിന് ഇതൊക്കെ കാണുമ്പോൾ എല്ലാം ഒരു അത്ഭുതമാണ്. ഇത്രയും കൊടും വനത്തിനുള്ളിൽ ഇങ്ങനൊരു അമ്പലം. വടിയും കുത്തി വരുന്ന ഞാനാണ്, പേടിച്ചിട്ട് വടിയൊക്കെ കൈ കരുതിയതാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ടതാണ് ഇവിടെ ഈ അമ്പലത്തിൽ. ഇവിടെ വന്ന് കാണണം. കാരണം അത്രയ്ക്ക് അത്ഭുതം. നമുക്ക് അത്രയും കാട്ടിലൂടെ നടന്ന് വരുമ്പോൾ ഇവിടെ ഉള്ളിലൊരു അത്യാവശ്യം കുറച്ച് ഏക്കറുണ്ടെന്ന് തോന്നുന്നു. അത്രയും ഭാഗത്ത് മരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, തെളിഞ്ഞ് കിടക്കുകയാണ്. അല്ല അതൊക്കെ അമ്പലവും പറഞ്ഞറിയിക്കാൻ അവിടെ വന്ന് കാണണം, എന്നാലേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു ഫീല്. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴി. ഞങ്ങൾ ഇതിലും വഴിയാണ് ഇപ്പോൾ വന്നത്. ഇതാ അമ്പലത്തിൻ്റെ കുളം. ഞങ്ങളെ കാലിലും കയ്യിലും മറ്റേ അട്ട കുറേ പിടിച്ചിട്ടുണ്ട്, മറ്റേ ചോര കുടിക്കുന്ന സാധനം. അതിനെ പിന്നെ കുറച്ച് എടുത്ത് കളയണം. സോപ്പ് പോലെ സാനിറ്റൈസറോ ഉപ്പോട്ട് അത് കളയണം. എന്നിട്ട് അമ്പലത്തിലോട്ട് കയറണം. 1-2 കട്ടകളല്ല ഇരുന്നത്. ഒരു കാലയിൽ 5-8 ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ കലയിലും ഉണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, അവരുടെ ഉണ്ട്. ഓരോരുത്തരോരോ മൂലക്കിരുന്ന് മാറിയിരുന്ന് ചെയ്യും. പക്ഷേ സൈത്തൻ്റെ കാലിൽ ഇച്ചിരി പ്രശ്നമായി. ഞങ്ങൾ കടിച്ച സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനെ കളഞ്ഞു എടുത്തു. സൈത്തണ്ണ പക്ഷെ കളഞ്ഞില്ല, കാരണം അത് കടിച്ച് ചോര കുടിച്ച് വലുതായി.
അത് കടിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ എടുത്ത് കളയുവാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചോര കുടിച്ച് അവിടെ എല്ലാം ഇതുപോലെ നല്ല വലുതായിട്ട് നമുക്ക് ചിലപ്പം കണ്ടാൽ പേടി തോന്നും. അപ്പം മാക്സിമം അത് കടിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അതിനെ റിമൂവ് ചെയ്ത് അതിനെ എടുത്ത് കളയാൻ നോക്കുക. എടുത്ത് കളയില്ല, അതിൻ്റെ പല്ലോ എല്ലാം ചിലപ്പം അതിൻ്റെ അകത്ത് ഇരിക്കും. അപ്പോൾ ഒന്ന് സാനിറ്റൈസറോ ഉപ്പോ ഇതുപോലെ സോപ്പോ എന്തെങ്കിലും ഇടുക. അപ്പോൾ നമ്മൾ കാലിലെ അട്ടകളെല്ലാം ക്ലീൻ ചെയ്തു. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ കയറി. ഇനി അമ്പലത്തിൻ്റെ ചെറിയ വിവരണം. ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പർവ്വതവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രമാണ്. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. സൈത്തണ്ണൻ, ഗോകുലണ്ണൻ, സൂത്രണ്ണൻ, ഞങ്ങളുടെ ആശാൻ, ഹരിച്ചേട്ടൻ തന്നെ ഇവിടെ നടന്നു വരുന്നു. ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പുരാവസ്തു വകുപ്പ് അറിയിച്ചു. പരശുരാമൻ സൃഷ്ടിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ രാമൻ പൂജകൾ നടത്തിയിരുന്നതായി ദേവപ്രശ്ന സമയത്ത് കണ്ടെത്തി. വളരെ കാലമായി ഉപേക്ഷിക്കപ്പെട്ട ഈ ക്ഷേത്രം പിന്നീട് 1940കളിൽ ഒരു വേട്ടക്കാരനാണ് കണ്ടെത്തിയത്. അതിൻ്റെ കുറേ കഥകളുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഗുരുനാഥൻ മണ്ണ്, തേക്കുതോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് ആദ്യം ഈ ക്ഷേത്രത്തിലെത്തി പരിശോധനകൾ നടത്തിയത്. വീണ്ടും കണ്ടെത്തിയതിനു ശേഷം എല്ലാ വർഷവും ശിവരാത്രി ദിനത്തിൽ പ്രത്യേക പൂജകളും ഉത്സവവും നടത്താറുണ്ട്. ഇപ്പോൾ എല്ലാ മലയാള മാസം 1-ാം തീയതി മാത്രമാണ് അമ്പലം തുറക്കാറ്. രാവിലെ 5:30 മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയാണ് സമയം. ഇത് എവിടെയായിട്ടാണ് ഊരാളിയപ്പൂപ്പനെ പൂജിക്കുന്ന സ്ഥലവും മലദൈവങ്ങളെ പൂജിക്കുന്ന സ്ഥലവും. നല്ലൊരു വിശാലമായ അമ്പലക്കുളമുണ്ട്. ഈ അമ്പലത്തിൻ്റെ കൊടിമരം ഈ കുളത്തിനുള്ളിൽ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ സൈഡിൽ ഒരു ഫാമിലി പായസം ഉണ്ടാക്കുവാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഊരാളിയപ്പൂപ്പൻ്റെ തറ. വെറ്റപ്പാക്ക് പോലെയാണ് നേർച്ച ഇവിടെ. ഇത് മലദൈവങ്ങളുടെ നാട്. ഇവിടെ കർപ്പൂരമൊക്കെ എത്തിക്കുന്നു. അവിടുന്ന് വെറ്റപ്പാക്ക് പോലെ വാങ്ങിച്ച് ഇവിടെ വെക്കുവാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ മരം കണ്ടിട്ട് നല്ല വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. മൊത്തം ചെതലടിച്ച് ചെതൽ മൊത്തം വയറ്റിലത്താക്കിയെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വേറൊരു മരം നോക്കിയേ, അതിൻ്റെ പകുതിയേ ഉള്ളൂ. ഞാൻ ഒരാളെ അങ്ങനെയുള്ള ആൾക്കാരവിടെ ഇത് അറിവുകളിലേക്ക് ഉയർന്ന സ്ഥലത്താണ് അമ്പലം. താഴത്തെ വിശാലമായ സ്ഥലമുണ്ട്, ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ശിവരാത്രി ദിവസം നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പായസം ഉണ്ടാക്കുകയാണ് മെയിൻ പരിപാടി. വരുന്നവരെല്ലാവരും പായസത്തിനുള്ള സാധനങ്ങളും അരിയും ശർക്കരയും വിറകും എല്ലാം ആയിട്ട് വരും. ഇവിടെ പായസം ഉണ്ടാക്കും. ഇവർ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം ഉണ്ടാക്കി ഒരു കുറച്ച് നടയിൽ വെക്കും, വേണ്ടി ബാക്കി ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം കുടിക്കാൻ കൊടുക്കും. ഈ കിടക്കുന്ന കരിമ്പുലേ കണ്ടോ, ഇവിടെ വന്ന ഒരു ചേട്ടൻ്റെ വണ്ടിയാണ്. ചോദിക്കാതാണ് വീഡിയോ എടുക്കുന്നത്, വീഡിയോ കാണുകയാണെങ്കിൽ സോറി. കണ്ടോ 4x4 ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് ഇവിടെ കയറുന്നത്. ഞങ്ങളുടെ വണ്ടി പിന്നെ അങ്ങ് താറാക്കി. ഇവിടെ വന്ന വണ്ടികളാണ് ഇതെല്ലാം കണ്ടത്. കണ്ടോ ഈ വണ്ടികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഞങ്ങൾ വന്ന വണ്ടി കൊണ്ട് അവിടെ കിടപ്പുണ്ട്. ഒരുത്തം വരുന്നുണ്ട് അവിടെ നോക്കണേ. പിന്നെ ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്കുകൾ ഫാഷൻ പ്രോ, അങ്ങനെ പൾസർ, അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഡിയോയും ആക്റ്റീവയും അങ്ങനത്തെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്കോഡയല്ലേ വണ്ടി. എനിക്ക് വണ്ടികളെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെ താറ് അവിടെ കിടക്കുന്നു. ഇന്നോവയൊക്കെ വന്നു. പിന്നെ ഇത് ഇവരുടെ ഷട്ടിൽ സർവീസാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് ഇവിടുത്തെ ഗതാഗത മാർഗം ഇതാണെന്ന് തോന്നുന്നു. ഗതാഗത മാർഗം ഇതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ആളെ താഴേന്ന് അമ്പലത്തിലോട്ടും വിടും, അമ്പലത്തിന് താഴെ ജംഗ്ഷനുണ്ട്, അവിടെയോട്ടും വിടും. അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ്. പിന്നെ കണ്ടോ റേയ്, ഫസീനോ ആ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഹിക്കാട്ടിലെ കൊമ്പന്മാരുടെ നേരെ കണ്ടോ. പിന്നെ പട്ടാഭിഷേകം സിനിമയ്ക്ക് പറയുന്ന വലിയ കേശവൻ, കൊച്ചു കേശവൻ അതുപോലെ കിടക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ പരിപാടി തുടങ്ങട്ടെ. ഞങ്ങളൊരു പായസത്തിനുള്ള കുറച്ച് സാധനങ്ങളായിട്ടാണ് വന്നത്. നേരത്തെ കാണിച്ചില്ല, ഒരു ഫാമിലി സൈഡിൽ നിന്ന് പായസം ഉണ്ടാക്കുന്നത്. അതിവിടുത്തെ മെയിനാണ് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഗോകുലേട്ടൻ നമ്മുടെ കണ്ടോ, ഗോകുലേട്ടൻ ഇവിടെ ഒരു ദിവസം വന്നിട്ട് 75 വരെ പായസം എണ്ണിയായിരുന്നു ഓരോ ആൾക്കാരുണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പായസത്തിനുള്ള സാധനങ്ങളായിട്ടാണ് വന്നത്. ഞങ്ങളിപ്പം തുടങ്ങട്ടെ പായസത്തിൻ്റെ പരിപാടി. ഈ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി ആയതുകൊണ്ട് പായസം ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് സെറ്റാക്കുന്നുണ്ട്.
ഉരുളൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ രീതിയിൽ 5 കിലോ പൈസ ഉണ്ടാക്കാൻ പോകുന്നു. 1 ലക്ഷം. Thank you for watching my videos. Please subscribe, like, share, and comment.